ഞങ്ങളുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നതുകൊണ്ട് ഒരു ചെറിയൊരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ്. എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ മോണിറ്റൈസ് ആയി എന്നുള്ളത് ഇതിന് മുന്നേ എൻ്റെ ചാനൽ കണ്ടിട്ടുള്ളവർക്ക് അറിയായിരിക്കും. മോണിറ്റൈസ് ആയിട്ടുണ്ട്. അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളത് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു മോണിറ്റൈസ് ആയ സമയത്ത്. അപ്പോൾ അതിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പീൽ കൊടുത്തിട്ടാണ് എനിക്ക് മോണിറ്റൈസേഷന് കിട്ടിയത്. റീയൂസ്ഡ് കണ്ടൻറ്റ് വന്നിട്ട് വീണ്ടും ഞാൻ അപ്പീൽ ചെയ്തിട്ട് അപ്പീൽ കൊടുത്തിട്ടാണ് എനിക്ക് റീയൂസ്ഡ് കണ്ടൻറ്റ് മാറി കിട്ടിയത്, മോണിറ്റൈസേഷൻ ആയത് എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം റീയൂസ്ഡ് കണ്ടൻറ്റ് വന്നത് എന്താണെന്നുള്ളത് എൻ്റെ ചാനലിൽ എനിക്ക് വ്യക്തമായിട്ട് അറിയായിരുന്നു ഏതൊരു വീഡിയോയ്ക്കാണ് എനിക്ക് റീയൂസ്ഡ് കണ്ടൻറ്റ് വന്നിട്ടുള്ളത് എന്നുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ അപ്പീൽ കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എങ്ങനെയാണ് അപ്പീൽ കൊടുക്കുന്നത് എന്നുള്ളത് എൻ്റെ അടുത്ത് ഒരു ഫ്രണ്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്കത് സ്ക്രീൻ റെക്കോർഡാക്കി ചെയ്യാൻ അറിയാത്തതുകൊണ്ട് മാത്രമാണ് ഞാനിപ്പോൾ പറഞ്ഞു തരുന്നത്. അപ്പം എനിക്കറിയുന്ന പോലെ ഞാൻ പറഞ്ഞുതരാം. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. കഴിഞ്ഞ ദിവസം ഞാൻ മോണിറ്റൈസ് ആയി എന്ന് പറഞ്ഞിട്ട് വീഡിയോൻ്റെ താഴെ ഒരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു, എങ്ങനെയാണ് അപ്പീൽ കൊടുക്കുന്നതെന്ന് പറയാമോ എന്ന് ചോദിച്ചിട്ട്. അപ്പം ഞാൻ അതിനെപ്പറ്റി വീഡിയോ ഇടണമെന്ന് വെച്ചിട്ട് ഇപ്പോൾ 2-3 ദിവസമായി, പക്ഷേ നടക്കുന്നില്ല, സമയം കിട്ടുന്നില്ല. അപ്പം ഇപ്പം ഞാൻ അതിനെപ്പറ്റി ഒന്ന് പറയാമെന്ന് വിചാരിച്ചപ്പം എനിക്ക് ആദ്യം അപ്പീൽ എങ്ങനെയാണ് കൊടുക്കുന്നതെന്ന് എനിക്കറിയില്ലായിരുന്നു. പിന്നെ എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ യൂട്യൂബ് സ്റ്റുഡിയോ എടുക്കുമ്പോൾ തന്നെ അതിൽ ഏണ് എന്നുള്ള ഭാഗത്ത് നോക്കി കഴിയുമ്പോൾ നമുക്ക് അവിടെ 4000 വാച്ച് അവർ ആകുമ്പം അവിടെ തന്നെ വരുമല്ലോ നമ്മുടെ അപ്ലൈ ചെയ്യാനുള്ളത്, മോണിറ്റൈസേഷന് അപ്ലൈ ചെയ്യാനുള്ളത് അവിടെ തന്നെ വരും. അപ്പം അങ്ങനെ ആദ്യം അപ്ലൈ ചെയ്തപ്പോൾ റീയൂസ്ഡ് കണ്ടൻറ്റ് വന്ന സമയത്ത് എനിക്ക് അവിടെ തന്നെ അപ്പീൽ എന്നുള്ള ആ ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ അപ്പീൽ എന്നുള്ളതിൽ നമ്മൾ ഞെക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അവിടെ ഒരു വീഡിയോ ചെയ്യാനായിട്ടാണ് അവർ പറയുക. അപ്പോൾ ആ ഒരു വീഡിയോ നമ്മൾ ഇംഗ്ലീഷിൽ തന്നെ ചെയ്യണം. അപ്പോൾ അതിൽ കൊടുത്തിട്ടുള്ള റെസ്ട്രിക്ഷനൊക്കെ നോക്കിയിട്ട് അതേപോലെ തന്നെ നമ്മൾ വീഡിയോ ചെയ്താൽ മതി. ആ ഇംഗ്ലീഷിൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ എന്താണ് റീയൂസ്ഡ് കണ്ടൻറ്റ് നമ്മൾ വന്നിട്ടുള്ളത് നമുക്കറിയാമല്ലോ, നമ്മൾ എന്താണ് നമ്മൾ എവിടെ നിന്നാണ് എടുത്തിട്ടുള്ളതെന്നൊക്കെ അറിയാമല്ലോ. അപ്പോൾ നമ്മളതെങ്ങനെയാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്, നമ്മൾ അതിലെന്തെങ്കിലും മാറ്റം വരുത്തിയിട്ടുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ അപ്ലൈ ചെയ്താൽ മതി കേട്ടോ. അല്ല റീയൂസ്ഡ് അപ്പീലിന് കൊടുത്താൽ മതി, ഇല്ലെങ്കിൽ അപ്പീലിന് കൊടുത്തിട്ട് കാര്യമില്ല. അതേ നമ്മളിപ്പോൾ എവിടെന്നെങ്കിലും ഒരു വാട്സപ്പിൽ നിന്ന് പോലും ആണെങ്കിലും ഒരാൾ അയച്ചെന്ന വീഡിയോ നമ്മളെടുത്ത് അതേപടി ഇട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് പിന്നെ റീയൂസ്ഡ് കണ്ടൻറ്റ് വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം അതിൽ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ മാറ്റം വരുത്തിയിട്ടാണ് നിങ്ങൾ നിങ്ങളുടെ ചാനലിൽ ഇട്ടിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ, നിങ്ങൾക്കത് ഉറപ്പുണ്ട് എന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ അപ്പീൽ കൊടുക്കുക. അപ്പം അതിൽ നമുക്ക് അപ്പീൽ കൊടുക്കുന്ന സമയത്ത് നമുക്ക് പറയാം നമ്മൾ ഇന്ന ആപ്പ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. എനിക്കിങ്ങനെ നമുക്കത് എങ്ങനെയാണ് കാണിച്ചു തരേണ്ടതെന്ന് എനിക്കറിയില്ല. ഇങ്ങനെ ഫോണിൽ സ്ക്രീൻ റെക്കോർഡാക്കി കാണിച്ചു തരേണ്ടത് എനിക്കറിയില്ല. അപ്പോൾ ഞാനത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കുറേ ഇങ്ങനെ യൂട്യൂബേഴ്സ് ഉണ്ടല്ലോ ഇതിനെപ്പറ്റി പറയുന്നത്. അപ്പം ഞാൻ ഇപ്പം എന്നോട് ഡൗട്ട് ചോദിച്ചാൽ ആ ഒരു ഫ്രണ്ട് ഇത് കാണുന്നുണ്ടെങ്കിൽ ഞാൻ പറയാം, ഞാൻ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ യൂട്യൂബ് കോർണർ മലയാളം എന്ന് പറഞ്ഞ ആ ഒരു യൂട്യൂബ് ചാനലിലാണ് എല്ലാ ഇതും ഞാൻ എടുക്കുന്നത് കേട്ടോ. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ നമ്മളെ എല്ലാ ഡൗട്ടും തീരും. ശരിക്കും പറഞ്ഞാൽ ആ ഇക്കാക്കാണ് താങ്ക്സ് പറയേണ്ടത്. കാരണം ഞാൻ അത് നോക്കിയിട്ടാണ് ഇതുവരെയുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുള്ളത്. പിന്നെ J4 Tech അങ്ങനെ 2-3 ചാനലുണ്ട് കേട്ടോ, അതിലൊക്കെ നമ്മൾ കൊടുത്തിട്ടുണ്ട്. അപ്പം ഇതൊന്ന് യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ മാത്രം മതി എങ്ങനെയാണ് അപ്പീൽ കൊടുക്കേണ്ടത് എന്നുള്ളത് സെർച്ച് ചെയ്യുക. എന്നിട്ട് നിങ്ങൾക്ക് അറിയുന്ന രീതിക്ക് ഇംഗ്ലീഷ് അറിയെങ്കിൽ അതുപോലെ പറയുക, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വീഡിയോ നോക്കി അപ്പീൽ കൊടുത്ത വീഡിയോസൊക്കെ അതിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ചെയ്താൽ മതി. അപ്പോൾ അത് റെഡി ആയിക്കോളൂ കേട്ടോ. പിന്നെയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ എന്താ പറയാമെന്ന് പിന്നെ ഞാൻ ഈ വീഡിയോ 2-3 ദിവസം എടുക്കണം എന്നായിരിക്കും, നടക്കുന്നില്ല. പിന്നെ ഞാൻ കഴിഞ്ഞ ദിവസം വീഡിയോ എവിടെയെങ്കിലുമൊക്കെ പോവുകയാണെങ്കിൽ എടുക്കാൻ വേണ്ടിയിട്ട് ഒരു മൈക്ക് വാങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പം ഇതെങ്ങനെ ഉണ്ടെന്നൊന്നും എനിക്കറിയില്ല, ഇതുവരെ യൂസ് ചെയ്തിട്ടില്ല. അപ്പോൾ ഇത് യൂസ് ചെയ്ത് ഞാൻ അൺബോക്സിങ് ചെയ്യുന്ന വീഡിയോ ഒക്കെ ഇടണമെന്ന് വിചാരിച്ചു, പക്ഷേ മക്കളുള്ളതുകൊണ്ട് അൺബോക്സിങ് ഒന്നും നടക്കില്ല. അതിൻ്റെ കവറൊക്കെ കീറി പറിച്ച് ദൂരെ കളഞ്ഞു. അപ്പം ഈ ഒരു മൈക്ക് ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് യൂസ് ചെയ്തിട്ട് ഇതിനെ പറ്റിയുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെയുള്ളൂ. ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വേറെ ആർക്കെങ്കിലും ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതും കമൻറ്റ് ഇടുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെയുള്ളൂ. ബൈ. കാര്യം പറയാൻ മറന്നുപോയി. പിന്നെ ഈ ഒരു മൈക്ക് ഞാൻ ഷോപ്പിൽ നിന്നോ അല്ലെങ്കിൽ വേറെ എവിടെ നിന്നും വാങ്ങിയതൊന്നുമല്ല കേട്ടോ, ഓൺലൈനായിട്ട് വാങ്ങിയെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത് വലിയ റേറ്റുള്ള മൈക്കല്ല, കാരണം നമുക്കിതിനെപ്പറ്റി എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്ന് അറിയാതെ വെറുതെ ഇത് വാങ്ങിയിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ ആദ്യം ഒന്ന് യൂസ് ചെയ്ത് നോക്കാം, നല്ലതാണെങ്കിൽ ബാക്കി കാര്യങ്ങൾ ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഞാൻ ഇതുവരെ ഈ മൈക്കൊന്നും വാങ്ങാതിരുന്നത് എന്തിനാണ് വെറുതെ ഇത് എന്തെങ്കിലുമൊക്കെ ആയിട്ട് നമുക്ക് ചെയ്യാമെന്നുള്ളതിലായിരുന്നു. അപ്പോൾ ഇനി എന്തായാലും മെല്ലെയാണ് പൈസ കയറുന്നത് എന്നുണ്ടെങ്കിൽ പോലും നമുക്കിനിയിപ്പോൾ ഇതിൻ്റെയൊക്കെ ആവശ്യമുണ്ടല്ലോ, അപ്പോൾ ഒന്ന് വാങ്ങിയതാണ്. അപ്പോൾ ഇത് ഞാൻ വാങ്ങിയിട്ടുള്ളത് ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് കേട്ടോ. മീഷോയിലും കണ്ടിട്ടുണ്ടായിരുന്നു, പക്ഷേ അത് എത്രത്തോളം ഉണ്ടാവും അറിയാത്തതുകൊണ്ട് ഞാൻ കുറച്ചും കൂടി ബെറ്റർ ആയിക്കോട്ടെ വെച്ചിട്ടാണ് ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിയിട്ടുള്ളത്. അപ്പം ഇതിപ്പോൾ യൂസ് ചെയ്താൽ മാത്രമേ നമുക്കിനിയിപ്പോൾ ഇതിൻ്റെ പറ്റി അറിയുള്ളൂ. ഇതിനകത്ത് കുറേ 4-5 പാർട്സൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതെന്തൊക്കെയാണെന്നുള്ളത് പോലും എനിക്കറിയില്ല. ഞാൻ ലാസ്റ്റ് കുറേ സമയം മണിക്കൂർ ഇന്ന് വായിച്ച് നോക്കിയിട്ടൊക്കെയാണ് ഇതൊക്കെ മനസ്സിലാക്കിയെടുത്തത്. അപ്പോൾ ഇനിയിപ്പം അടുത്ത വീഡിയോസൊക്കെ ഇടുമ്പം എന്തെങ്കിലും വേറെ പോലത്തെ വീഡിയോ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഇതൊക്കെ യൂസ് ചെയ്യാൻ എനിക്ക് അറിയുള്ളൂ, അല്ലാതെ എനിക്ക് ഇതാവുന്നില്ല. അപ്പോൾ ഞാൻ ഇത് യൂസ് ചെയ്തിട്ട് ഇതെങ്ങനെയുണ്ട് എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ ആർക്കെങ്കിലുമൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ ചെറിയ പൈസേൻ്റെ സാധനങ്ങൾ ഫ്ലിപ്കാർട്ടിലും മീഷോയിലൊക്കെ ഉണ്ട്. ഇതിന് 300 സംതിങ് 400 അടുപ്പിച്ചേ ഉള്ളൂ. അല്ലാതെ ഞാൻ കുറേ മൈക്ക് നോക്കിയിട്ടുണ്ടായിരുന്നു 1000 സംതിങ് ഒക്കെ. അങ്ങനത്തത് ഇപ്പം എനിക്ക് ആവശ്യമില്ല എന്ന് തോന്നി, അതുകൊണ്ടാണ് ഞാൻ ഇത്ര റേറ്റിൻ്റെ വാങ്ങിയിട്ടുള്ളത്. അപ്പം ഇത്ര തന്നെ ഉള്ളൂ.